ഏവർക്കും ആനമല ഹോം സ്റ്റേസിന്റെ ഭാഗമാവാം. ആനമലാസ് ഹോം സ്റ്റേ. ഞാൻ മായ. N4 ന്യൂസിലേക്ക് സ്വാഗതം. വിശദമായ വാർത്തകളിലേക്ക്. ഒറ്റപ്പാലം നഗരസഭയുടെ സാംസ്കാരിക നിലയത്തിന്റെ നിർമ്മാണ ഉദ്ഘാടനവുമായി ബന്ധപ്പെട്ട് യോഗം ചേർന്നു. ഒറ്റപ്പാലം നഗരസഭ 5,38,00,000 രൂപ വിനിയോഗിച്ച് നിർമ്മിക്കുന്ന സാംസ്കാരിക നിലയത്തിന്റെ നിർമ്മാണ ഉദ്ഘാടനം ഫെബ്രുവരി 22 വൈകിട്ട് 5 മണിക്ക് ഒറ്റപ്പാലം മാർക്കറ്റ് കോംപ്ലക്സിന്റെ പരിസരത്ത് തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി MP രാജേഷ് നിർവഹിക്കും. പരിപാടിയുടെ സംഘാടക സമിതി യോഗം നഗരസഭാ കോൺഫറൻസ് ഹാളിൽ ചേർന്നു. യോഗം നഗരസഭാ ചെയർപേഴ്സൺ K. ജാനകി ദേവി ഉദ്ഘാടനം ചെയ്തു. നല്ല ആളുകൾക്ക് എല്ലാവരും ആഗ്രഹിച്ചൊരു പദ്ധതിയാണ്. നമ്മുടെ അവസാനം നിർമ്മാണ ഉദ്ഘാടനത്തിലെത്തിയിരിക്കുകയാണ്. കഴിഞ്ഞ മാസം ആവേണ്ടതായിരുന്നു. മന്ത്രിയുടെ ഒരു സമയം കേരള സദസ്സും ഓരോന്നായി കഴുകി നമുക്ക് എന്തെങ്കിലും സമയം തന്നിട്ടുണ്ട്. മന്ത്രി തന്നെ വന്ന് നിർമ്മാണ ഉദ്ഘാടനം നടത്തണമെന്നുള്ള ഒരു ഭാഗമായി 22-ാം തീയതി 5 മണിക്ക് നമുക്കതിന് സമയം തന്നിട്ടുണ്ട്. അപ്പോൾ അതിന് നമ്മൾ പങ്കെടുക്കാൻ അത് നല്ല ഒരു നമ്മുടെ ഒറ്റപ്പാലത്തിൻ്റെ സംസ്കാരത്തിൻ്റെ ഒരു ഭാഗം തന്നെയാണ് സാംസ്കാരിക നിലയം. അതിൻ്റെ ഉദ്ഘാടനം അത് വളരെ നല്ല രൂപത്തിൽ അത് നടത്തേണ്ടതുണ്ട്. നമ്മുടെ തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി തന്നെയാണ് വരുന്നത്. അപ്പോൾ അതുകൊണ്ട് മന്ത്രി വരുന്ന സമയത്ത് ആ ഉദ്ഘാടനം നടത്തുന്ന സമയത്ത് നമുക്ക് നല്ല പങ്കാളിത്തം ഉണ്ടാവണം. ചടങ്ങിൽ വൈസ് ചെയർമാൻ K. രാജേഷ് അധ്യക്ഷനായിരുന്നു. വേളയിലൊക്കെ തന്നെ ഈ നാട്ടിലെ ജനങ്ങളുടെ ഒരു ആഗ്രഹമാണ്, ഒരു ആവശ്യമാണ് സാംസ്കാരിക നിലയം എന്നുള്ളത്. ആ സാംസ്കാരിക നിലയം അതിൻ്റെ നടപടികളായി മുന്നോട്ട് പോയി. എന്തായാലും ഇപ്പോൾ അതിൻ്റെ എല്ലാ നടപടികളും പൂർത്തിയാക്കി, ടെൻഡറും പൂർത്തിയായി, സൈറ്റ് ഹാൻഡ് ഓവർ ചെയ്തു. മന്ത്രി നമുക്ക് നിർമ്മാണ ഉദ്ഘാടനത്തിൻ്റെ തീയതിയും നിശ്ചയിച്ചു തന്നു. 22-ാം തീയതി വൈകിട്ട് 5 മണിക്ക് കേരളത്തിൻ്റെ തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി ശ്രീ MP രാജേഷ് ഇതിൻ്റെ നിർമ്മാണ ഉദ്ഘാടനം നടത്താൻ സമയം ഇപ്പോൾ നമുക്ക് അനുവദിച്ച് തന്നിരിക്കുകയാണ്. കഴിഞ്ഞ ഭരണസമിതിയുടെ കാലത്താണ് ഇതിനാവശ്യമായിട്ടുള്ള ചർച്ചകളും വലിയ രൂപത്തിൽ ഇടപെടലും ഒക്കെ നടന്നിട്ടുള്ളത്. നാരായണ നമ്പൂതിരി സാർ ഉൾപ്പെടെ ഇവിടെ, പഴയ ചെയർമാൻ ഉൾപ്പെടെ ഇവിടെ പങ്കെടുക്കുന്നുണ്ട്. അവരൊക്കെ വലിയ പ്രയത്നം ഈ കാര്യത്തിന് വേണ്ടി നടത്തിയിട്ടുണ്ട്. ഹംസ MLA ആയിരിക്കുമ്പോഴാണ് ആദ്യത്തെ പണം 1.5 കോടി രൂപ അനുവദിക്കുന്നത്. ആ സംഖ്യ തികയില്ലെന്ന് വന്നതോടുകൂടി ഉണ്ണിയേട്ടൻ MLA ആയിരിക്കുന്ന വേളയിലാണ്, അത് അവസാന ഘട്ടത്തിലാണ് 5,38,00,000 രൂപ നമുക്ക് അനുവദിക്കുന്നത്. ഈ MLA വന്നതിന് ശേഷം അത് യാഥാർത്ഥ്യമാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പ്രവർത്തനത്തിലേക്ക് വലിയ രൂപത്തിലുള്ള ഇടപെടൽ നടത്തി. നിരവധി തവണയാണ് ഞാനും ചെയർപേഴ്സണും ഉൾപ്പെടെ ഇതിൻ്റെ സാങ്കേതിക അനുമതി ലഭ്യമാക്കുന്നതിന്, അത് കഴിഞ്ഞ് പ്രീ ക്വാളിഫിക്കേഷൻ ബിഡ് ക്ഷണിച്ച് അതിൻ്റെ ക്വാളിഫിക്കേഷൻ ടെൻഡർ അംഗീകരിക്കുന്നതിന് വേണ്ടി നിരവധി തവണ നമുക്ക് പോകേണ്ടതായി വന്നു. എല്ലാ സാങ്കേതിക തടസ്സങ്ങളും മാറി ഇത് നിർമ്മാണ ഉദ്ഘാടനത്തിലേക്ക് ഇപ്പോൾ നമ്മൾ എത്തി നിൽക്കുകയാണ്. വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സുനീറ, പൊതുമരാമത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ T. ലത, കൗൺസിലർമാരായ അക്ബർ, അജയൻ, പ്രകാശൻ എന്നിവർ സംസാരിച്ചു. LDF പാർലമെന്റ് കമ്മിറ്റി 18, 19 തീയതികളിൽ നടക്കും. ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ തയ്യാറെടുപ്പുകൾക്കായി LDF പാർലമെന്റ് കമ്മിറ്റികൾ 18-നും 19-നും ചേരും. 18-ന് ആലത്തൂർ ലോക്സഭാ കമ്മിറ്റി യോഗം വടക്കാഞ്ചേരിയിലാണ് നടക്കുക. 19-ന് പാലക്കാട് ലോക്സഭാ കമ്മിറ്റി യോഗം CPM ജില്ലാ കമ്മിറ്റി ഓഫീസിൽ ചേരും. അസംബ്ലി നിയോജക മണ്ഡലം തല കമ്മിറ്റി 18-ന് 3-ന് തരൂരിലും 5 മണിക്ക് നെന്മാറയിലും യോഗം ചേരും. 21-ാം തീയതി രാവിലെ 11-ന് ചിറ്റൂരിലും 4-ന് ആലത്തൂരിലും യോഗം നടക്കും. 21-ന് രാവിലെ 10-ന് പട്ടാമ്പി, 3-ന് ഷൊർണൂർ, 5-ന് ഒറ്റപ്പാലം എന്നിവിടങ്ങളിലും യോഗം ചേരും. 22-ന് രാവിലെ 11-ന് മണ്ണാർക്കാട്, 3-ന് കോങ്ങാട്, 4-ന് പാലക്കാട്, 5-ന് മലമ്പുഴ എന്നിവിടങ്ങളിലും നിയോജക മണ്ഡലം കമ്മിറ്റികൾ കൂടും. 29-ന് മുൻപായി മേഖലാ ബൂത്ത് തല കമ്മിറ്റികൾ പൂർത്തിയാക്കാനും LDF യോഗം തീരുമാനിച്ചിരിക്കുന്നുണ്ട്. പൂരങ്ങളുടെ ഭാഗമായി നാട്ടാന എഴുന്നള്ളിപ്പിനുള്ള നിർദ്ദേശങ്ങൾ പുറത്തിറക്കി. ജില്ലയിൽ ഉത്സവത്തോടനുബന്ധിച്ചിട്ടുള്ള ആന എഴുന്നള്ളിപ്പിന്റെ വിവരം 72 മണിക്കൂർ മുൻപ് വനം വകുപ്പിനെയും ബന്ധപ്പെട്ട പോലീസ് സ്റ്റേഷനിലും അറിയിക്കണമെന്ന് കളക്ടർ അറിയിച്ചു. ആനകളെ എഴുന്നള്ളിക്കുന്നതിന് കളക്ടറാണ് അനുമതി നൽകുന്നതെങ്കിലും ആനകളുടെ രേഖകൾ വനം വകുപ്പിന് മുന്നിൽ ഉത്സവ കമ്മിറ്റിക്കാർ ഹാജരാക്കണം. രാവിലെ 10 മുതൽ വൈകിട്ട് 4 വരെയും രാത്രി 8 മുതൽ രാവിലെ 6 വരെയും
ആനകളെ എഴുന്നള്ളിക്കരുതെന്ന് നിബന്ധനയിൽ പറയുന്നുണ്ട്. 5 അതിൽ കൂടുതലോ ആനകൾ പങ്കെടുക്കുന്ന ഉത്സവങ്ങളിൽ വെറ്റിനറി ഡോക്ടറുടെയും എലിഫന്റ് സ്ക്വാഡിന്റെയും സേവനം ഉത്സവ കമ്മിറ്റിക്കാർ നേരത്തെ ഏർപ്പാടാക്കണം. ഉത്സവത്തിന് പൂർണ്ണ ഇൻഷുറൻസ് പരിരക്ഷ ഏർപ്പെടുത്തുകയും വേണം. എഴുന്നള്ളത്ത് സമയത്ത് ആനകൾ തമ്മിൽ മതിയായ അകലം പാലിക്കണം. ആനയുടെ മുന്നിൽ പടക്കം പൊട്ടിക്കാനോ LED ലൈറ്റ് പ്രകാശിപ്പിക്കാനോ പാടില്ലെന്നും ഉത്തരവിൽ പറയുന്നു. ഇനി ഒരിടവേള. ഇനി എല്ലാ ആഘോഷങ്ങളും കവിതയിൽ നിന്നാകും. കവിത ഗോൾഡൻ ഡയമണ്ട്സ്. മക്കളുടെ കോളേജ് ഫീസ്, എമർജൻസി ആവശ്യങ്ങൾ, വിവാഹം തുടങ്ങിയ സാമ്പത്തിക ആവശ്യങ്ങൾക്ക് എന്തിന് ടെൻഷൻ അടിച്ച് വിഷമിച്ചിരിക്കണം? നിങ്ങൾക്ക് കൈത്താങ്ങാകാൻ ന്യൂ ശ്രീവരി ഓട്ടോ ഫിനാൻസ് ഒപ്പമുണ്ട്. പുതിയതും പഴയതുമായ വാഹനങ്ങൾക്ക് ആകർഷകമായ വായ്പാ സ്കീമുകൾ ഞങ്ങൾ നൽകുന്നു. അതും കുറഞ്ഞ പലിശ നിരക്കിൽ പരമാവധി ലോണും. ലളിതമായ നടപടിക്രമത്തോടു കൂടി നിങ്ങൾക്ക് ലോൺ ലഭ്യമാകും. കൂടാതെ വാഹന ഇൻഷുറൻസ് സംവിധാനവും ലഭ്യമാണ്. ന്യൂ ശ്രീവരി ഓട്ടോ ഫിനാൻസ്, നിയർ വള്ളുവനാട് ഹോസ്പിറ്റൽ, ഗ്രാൻഡ് മാൾ കോംപ്ലക്സ്, ഒറ്റപ്പാലം. ഫോൺ നമ്പർ 9656444458, 9656444457. ബോബി ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ജുവലർ. വാർത്തകൾ തുടരുന്നു. ഭാരതപ്പുഴ പുനരുജ്ജീവന പദ്ധതി എരുമയൂരിൽ ഗായത്രി പുഴയോരം ശുചീകരിച്ചു. പാലക്കാട് ജില്ലാ പഞ്ചായത്തിന്റെയും ഹരിത കേരളം മിഷന്റെയും ആഭിമുഖ്യത്തിൽ ഭാരതപ്പുഴ പുനരുജ്ജീവന പദ്ധതി സമ്പൂർണ്ണ ശുചീകരണ യജ്ഞത്തിന് ഭാഗമായി എരുമയൂർ ഗ്രാമപഞ്ചായത്തിൽ ഗായത്രി പുഴയോരം ശുചീകരിച്ചു. വൃത്തിയാക്കിയ ഇടങ്ങളിൽ തൈകൾ നട്ടുപിടിപ്പിച്ചു. ഭാരതപ്പുഴയെ വിവിധ പ്രവർത്തനങ്ങളിലൂടെ പുനരുജ്ജീവിപ്പിച്ച് ജല സമൃദ്ധമാക്കുകയും ജല ദൗർലഭ്യം പരിഹരിക്കുകയും ചെയ്യുക എന്നതാണ് പദ്ധതിയിലൂടെ ലക്ഷ്യമാക്കുന്നത്. ശുചീകരണ പ്രവൃത്തികൾ എരുമയൂർ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ബിന്ദു ശിവകുമാർ ഉദ്ഘാടനം ചെയ്തു. ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ മഞ്ജുഷ അധ്യക്ഷയായി. ആലത്തൂർ ബ്ലോക്ക് RGSA കോർഡിനേറ്റർ അദ്വൈത് വിഷയാവതരണം നടത്തി. വാർഡംഗങ്ങൾ MG, NR, EGS ഓവർസിയർ സുരേഷ്, AE ഷാഫി, VEO, ജനപ്രതിനിധികൾ, തൊഴിലുറപ്പ് തൊഴിലാളികൾ, ഹരിതകർമ്മ സേനാംഗങ്ങൾ, സന്നദ്ധ സംഘടനാ പ്രതിനിധികൾ, CDS, ADS തുടങ്ങിയവർ സംസാരിച്ചു. 35ഓളം പേർ ശുചീകരണ പരിപാടിയിൽ പങ്കെടുത്തു. ഭിന്നശേഷി അവകാശ നിയമങ്ങളെക്കുറിച്ചുള്ള പരിശീലനം ആരംഭിച്ചു. സാമൂഹ്യനീതി വകുപ്പിന് കീഴിലുള്ള സംസ്ഥാന ഭിന്നശേഷി കമ്മീഷണറേറ്റ് ജില്ലാതല പരാതി പരിഹാര ഉദ്യോഗസ്ഥർക്കായി ഭിന്നശേഷി അവകാശ നിയമത്തിൽ പരിശീലന പരിപാടി സംഘടിപ്പിച്ചു. ജില്ലാ പഞ്ചായത്ത് ഹാളിൽ നടന്ന പരിശീലനം ജില്ലാ കളക്ടർ ഡോക്ടർ S. ചിത്ര ഉദ്ഘാടനം ചെയ്തു. ഭിന്നശേഷിക്കാർക്ക് ഓഫീസിലെത്താതെ തന്നെ സേവനം നൽകാനാവണമെന്നും ഓഫീസിലെത്തുന്നവർക്ക് പ്രത്യേക പരിഗണന നൽകണമെന്നും ജില്ലാ കളക്ടർ പറഞ്ഞു. ജില്ലാതലത്തിലെ ആദ്യ പരിശീലനമാണ് പാലക്കാട് നടന്നത്. സംസ്ഥാന ഭിന്നശേഷി കമ്മീഷണർ SH പഞ്ചാബക്കേശൻ അധ്യക്ഷനായി. ജില്ലാ സാമൂഹ്യനീതി ഓഫീസർ സമീർ മച്ചിങ്ങൽ, ഭിന്നശേഷി കമ്മീഷണറേറ്റ് ഡെപ്യൂട്ടി സെക്രട്ടറി M. സൈനുലാബ്ദീൻ, പരിവാർ സംഘടനാ ഭാരവാഹി വിശ്വനാഥൻ എന്നിവർ സംസാരിച്ചു. ജില്ലാതല പട്ടയമേളയുടെ നടത്തിപ്പ് സംബന്ധിച്ച് ചർച്ച ചെയ്യുന്നതിന് ജില്ലാ പഞ്ചായത്ത് കോൺഫറൻസ് ഹാളിൽ വൈദ്യുതി വകുപ്പ് മന്ത്രി K. കൃഷ്ണൻകുട്ടിയുടെ നേതൃത്വത്തിൽ ആലോചനാ യോഗം ചേർന്നു. ഭൂരഹിതരില്ലാത്ത കേരളം സൃഷ്ടിക്കുക എന്ന ലക്ഷ്യത്തോടെ പട്ടയമിഷനും പട്ടയമിഷന്റെ ഭാഗമായ പട്ടയ അസംബ്ലികളും സംയുക്തമായി ഫെബ്രുവരി 22 നടത്തുന്ന സംസ്ഥാനതല ജില്ലാതല പട്ടയമേളയുടെ നടത്തിപ്പ് സംബന്ധിച്ച് ചർച്ച ചെയ്യുന്നതിന് ജില്ലാ പഞ്ചായത്ത് കോൺഫറൻസ് ഹാളിൽ വൈദ്യുത വകുപ്പ് മന്ത്രി K. കൃഷ്ണൻകുട്ടിയുടെ നേതൃത്വത്തിൽ ആലോചനാ യോഗം ചേർന്നു. ഇനിയും പട്ടയം കിട്ടാത്തവരെ കണ്ടെത്തി സ്വന്തമായി ഭൂമി ലഭ്യമാക്കാൻ പോംവഴി കണ്ടെത്തണമെന്ന് മന്ത്രി പറഞ്ഞു. ലഭ്യമായ ഭൂമിയിൽ ഉടമസ്ഥർക്ക് വരുമാനമുണ്ടാക്കുന്നതിന് കൃഷി ഉൾപ്പെടെ ചെയ്യുന്നതിനുള്ള പദ്ധതികൾ ആസൂത്രണം ചെയ്യണം. വരും വർഷങ്ങളിൽ പട്ടയം ഇല്ലാത്തവരായി ആരും ഉണ്ടാകരുതെന്നും എല്ലാവർക്കും പട്ടയം ഉറപ്പാക്കണമെന്നും മന്ത്രി പറഞ്ഞു.
യോഗത്തിൽ എ പ്രഭാകരൻ MLA അധ്യക്ഷനായി. ജില്ലാ കളക്ടർ ഡോക്ടർ S. ചിത്ര, ജില്ലാ പോലീസ് മേധാവി R. ആനന്ദ്, ഡെപ്യൂട്ടി കളക്ടർ LR, ഡോക്ടർ MC റെജിൽ, RTO, തഹസിൽദാർമാർ, വകുപ്പ് തല ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ പങ്കെടുത്തു. സർക്കാരിന് നൂതനാശയങ്ങൾ പ്രോത്സാഹിപ്പിക്കുന്ന സമീപനം PR ബിന്ദു. നൂതനാശയങ്ങൾ പ്രോത്സാഹിപ്പിക്കുക എന്ന സമീപനമാണ് സംസ്ഥാന സർക്കാരിനുള്ളതെന്ന് ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി R. ബിന്ദു. അഹല്യ എഞ്ചിനീയറിംഗ് കോളേജിൽ APJ അബ്ദുൽ കലാം ശാസ്ത്ര സാങ്കേതിക സർവകലാശാലയുടെ ടെക് ഫെസ്റ്റിന്റെയും കേരള സാങ്കേതിക കോൺഗ്രസിന്റെയും ഉദ്ഘാടനം ഓൺലൈനായി നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു മന്ത്രി. കേരളത്തെ ഒരു നവവൈജ്ഞാനിക സമൂഹമാക്കി പരുവപ്പെടുത്തുക എന്നത് നവകേരള സൃഷ്ടിയുടെ ഭാഗമായി ഏറ്റെടുക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ചുമതലകളിൽ ഒന്നാണെന്നും മന്ത്രി പറഞ്ഞു. കൃഷി, വ്യവസായം, ആരോഗ്യം തുടങ്ങിയ ജീവിത മേഖലകളിൽ അഭിമുഖീകരിക്കുന്ന പ്രശ്നങ്ങൾക്ക് കൃത്യമായ പരിഹാരം നിർദ്ദേശിക്കാൻ കഴിയുന്ന വിധത്തിലുള്ള നൂതന ആശയങ്ങൾ യുവജനങ്ങളുടെ ഭാഗത്തു നിന്നും ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. നൂതനാശയങ്ങൾ പ്രോത്സാഹിപ്പിക്കുക എന്ന സമീപനമാണ് സർക്കാരിനുള്ളത്. യങ് ഇന്നോവേറ്റീവ്സ് പ്രോഗ്രാം ഇതിനായി പ്രയോജനപ്പെടുത്താം. ഒരു നൂതനാശയം മുന്നോട്ട് വയ്ക്കുന്ന വിദ്യാർത്ഥിക്ക് 5 മുതൽ 25 ലക്ഷം രൂപ വരെ സാമ്പത്തിക സഹായം നൽകാൻ സർക്കാർ തയ്യാറാണെന്നും മന്ത്രി പറഞ്ഞു. കേരളം ഇതുവരെ ആർജിച്ചിട്ടുള്ളതിൽ വലിയ മൂലധനം അറിവാണ്. ഈ അറിവ് പ്രയോജനപ്പെടുത്തി സമ്പദ്ഘടനയുടെ വിപുലീകരണത്തിനും ജനങ്ങളുടെ ജീവിത നിലവാര വർധനവിനും ഉപയോഗപ്പെടുത്താനുള്ള ആലോചനയാണ് കലാലയങ്ങളിൽ നടന്നുകൊണ്ടിരിക്കുന്നതെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു. പരിപാടിയിൽ വൈസ് ചാൻസലർ ഡോക്ടർ സജി ഗോപിനാഥ് അധ്യക്ഷനായി. കൊച്ചിൻ ഷിപ്പ്യാർഡ് ഇൻഡിപെൻഡന്റ് ഡയറക്ടർ ജിജി തോംസൺ, ജനപ്രതിനിധികൾ, ഉദ്യോഗസ്ഥർ എന്നിവർ പങ്കെടുത്തു. ഭാരതപ്പുഴ പുനരുജ്ജീവന പദ്ധതിയുടെ ഭാഗമായി ലോകനാശിനി പുഴയുടെ തീരം ശുചീകരിച്ചു. ഭാരതപ്പുഴ പുനരുജ്ജീവന പദ്ധതി സമ്പൂർണ്ണ ശുചീകരണ യജ്ഞത്തിന്റെ ഭാഗമായി കൊടുമ്പ് ശോകനാശിനി പുഴയുടെ തീരത്ത് ശുചീകരണ പ്രവൃത്തികൾ നടത്തി. അമ്പർക്കടവ്, പടിഞ്ഞാറെ പാവോടിയിൽ ശുചിത്വ സംഗമവും ബോധവൽക്കരണവും പുഴയോര ശുചീകരണവും നടന്നു. കൊടുമ്പ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് R. ധനരാജ് ശുചീകരണ യജ്ഞവും ജനകീയ ബോധവൽക്കരണ ക്യാമ്പയിനും ഉദ്ഘാടനം ചെയ്തു. പൊതുസ്ഥലത്തും ജലാശയങ്ങളിലും മാലിന്യങ്ങൾ വലിച്ചെറിയുന്നവർക്കെതിരെ കർശന നടപടി സ്വീകരിക്കുമെന്ന് അദ്ദേഹം പറഞ്ഞു. മാർച്ച് 31-നകം കൊടുമ്പ് ഗ്രാമപഞ്ചായത്തിനെ മാലിന്യമുക്തമാക്കി മാറ്റുമെന്നും അദ്ദേഹം പ്രഖ്യാപിച്ചു. വൈസ് പ്രസിഡന്റ് MK ശാന്ത അധ്യക്ഷയായ പരിപാടിയിൽ ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ S. ഗുരുവായൂരപ്പൻ, വാർഡ് അംഗങ്ങളായ V. ചാത്തു, M. മോഹൻദാസ്, C. ശാരദ, അസിസ്റ്റന്റ് സെക്രട്ടറി A. അജിത, ശുചിത്വ മിഷൻ റിസോഴ്സ് പേഴ്സൺ PV സഹദേവൻ, ലൈബ്രറിയൻ A. രാജൻ, തൊഴിലുറപ്പ് അസിസ്റ്റന്റ് എഞ്ചിനീയർ നിതീഷ്, ജനപ്രതിനിധികൾ, നിർവഹണ ഉദ്യോഗസ്ഥർ, പരിസ്ഥിതി പ്രവർത്തകർ, പൊതുപ്രവർത്തകർ, സന്നദ്ധ സംഘടന, ക്ലബ്ബ് പ്രവർത്തകർ, കുടുംബശ്രീ, തൊഴിലുറപ്പ്, അംഗൻവാടി പ്രവർത്തകർ, ഹരിതകർമ്മ സേനാംഗങ്ങൾ എന്നിവർ പങ്കെടുത്തു. ഇടവേളയ്ക്ക് ശേഷം വാർത്തകൾ തുടരും. NSA ജ്വല്ലറി, ഗോൾഡ്, ഡയമണ്ട്, സിൽവർ, ഓപ്പോസിറ്റ് KRK കല്യാണ മണ്ഡപം, പട്ടിക്കര, പാലക്കാട്. കരിമ്പനകളുടെയും പുഞ്ചപ്പാടങ്ങളുടെയും നാടായ പാലക്കാടിന്റെ തിലകക്കുറിയായി NSA ജ്വല്ലറി. മൊബൈൽ 90377 943671 94470 40615 98470 40616. നിങ്ങളുടെ ഓരോ യാത്രകളിലും ഒപ്പം ചേർന്നുകൊണ്ട് യാത്രാ ഇടവേളകളെ വിസ്മയകരമാക്കാൻ പാലക്കാട് തൃശൂർ ജില്ലാ അതിർത്തിയായ തിരുവില്ലാമലയിലെ ഏറ്റവും വലിയ അതിഥി മന്ദിരമായ ആനമല ഹോം സ്റ്റേസ് പ്രൗഢഗംഭീരമായ പൈതൃക തനിമയുമായാണ് അതിഥികളെ വരവേൽക്കാനായി ഒരുങ്ങിയിരിക്കുന്നത്. നഗരത്തിന്റെ തിരക്കുകളിൽ നിന്നും മാറി പ്രകൃതി രമണീയവും ശാന്തവുമായ അന്തരീക്ഷത്തിൽ സ്ഥിതി ചെയ്യുന്ന ആനമല ഹോം സ്റ്റേസിൽ 15 മുതൽ 25ഓളം പേർക്ക് വരെ താമസിക്കുവാൻ സാധിക്കുന്ന AC മുറികൾക്കൊപ്പം തന്നെ 200ഓളം പേർക്ക് പങ്കെടുക്കാവുന്ന അവരുടെ മനസ്സിനിണങ്ങുന്ന തരത്തിലുള്ള ഫംഗ്ഷനുകൾ നടത്താനുള്ള സൗകര്യവും ഒരുക്കിയിട്ടുണ്ട്. ഏവർക്കും ആനമല ഹോം സ്റ്റേസിന്റെ ഭാഗമാവാം. ആനമലാസ് ഹോം സ്റ്റേ. വാർത്തകൾ തുടരുന്നു. എല്ലാ മനുഷ്യർക്കും ആഗ്രഹിക്കുന്ന ജീവിതം സാധ്യമാക്കണം എന്ന് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് K. ബിനുമോൾ. എല്ലാ മനുഷ്യർക്കും ആഗ്രഹിക്കുന്നതുപോലെ ജീവിക്കാനുള്ള അവകാശം ലഭിക്കുന്നതിനും അത് നിഷേധിക്കപ്പെടാതിരിക്കാനുമുള്ള സാഹചര്യം സൃഷ്ടിച്ചെടുക്കുന്നതിനും കഴിയണമെന്ന് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് K. ബിനുമോൾ. LGBTQ കമ്മ്യൂണിറ്റിയുടെ ശാക്തീകരണവും അവർക്ക് അനുകൂലമായ സാമൂഹ്യ വ്യവസ്ഥയും ലക്ഷ്യമിട്ട് പാലക്കാട് ജില്ലാ പഞ്ചായത്ത്, ചിറ്റൂർ ഗവൺമെന്റ് കോളേജ് റെയിൻബോ ക്ലബ്, നീതി കളക്റ്റീവ് സാമൂഹ്യനീതി വകുപ്പ്, വനിതാ ശിശുവികസന വകുപ്പ്, ജില്ലാ യുവജനക്ഷേമ ബോർഡ് എന്നിവ സംയുക്തമായി സംഘടിപ്പിച്ച കം ഔട്ട് പാലക്കാട് ക്യാമ്പയിന്റെ സമാപനം കോട്ടമൈതാനത്ത് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അവർ.
LGBTQ സമൂഹത്തെ മാറ്റി നിർത്താതെ സമൂഹത്തിൽ ചേർത്ത് പിടിക്കണം. അത്തരമൊരു കാഴ്ചപ്പാട് ഉണ്ടാക്കിയെടുക്കുന്ന സമൂഹമായി കേരളത്തെ മാറ്റിയെടുക്കാൻ സർക്കാർ സംവിധാനത്തിന്റെ ഭാഗമായി ഒട്ടേറെ ചുവടുവയ്പുകൾ നടത്തിവരികയാണ്. എല്ലാ തദ്ദേശ സ്ഥാപനങ്ങളും അത്തരം പ്രവർത്തനങ്ങൾ ഏറ്റെടുക്കണം. LGBTQ വിഷയങ്ങൾ ചർച്ച ചെയ്യുന്ന ഇടമായി സമൂഹം മാറണം. ലൈംഗിക വിദ്യാഭ്യാസം കുട്ടികൾക്ക് നൽകാൻ കഴിയണമെന്നും സമൂഹത്തിൽ നടക്കുന്ന ശരികേടുകൾക്കെതിരെ ശക്തമായ പ്രതികരണം ഉയർത്തിക്കൊണ്ടുവരേണ്ടത് അത്യാവശ്യമാണെന്നും ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് പറഞ്ഞു. ക്യാമ്പയിന്റെ ഭാഗമായി പാലക്കാട് ചെറിയ കോട്ടമൈതാനത്ത് ചുമർ ചിത്രരചന നടന്നു. പരിപാടിയിൽ ജില്ലാ വനിതാ ശിശു വികസന ഓഫീസർ ടിജു റേച്ചൽ തോമസ് അധ്യക്ഷയായി. ആക്ടിവിസ്റ്റ് TG അനീറ മുഖ്യപ്രഭാഷണം നടത്തി. ചിറ്റൂർ കോളേജ് പ്രൊഫസറും റെയിൻബോ ക്ലബ്ബ് സ്റ്റാഫ് കൺവീനറുമായ ഡോക്ടർ ആരതി അശോക് വിഷയാവതരണം നടത്തി. ജില്ലാ പഞ്ചായത്ത് സെക്രട്ടറി M രാമൻകുട്ടി, ജില്ലാ വനിതാ പ്രൊട്ടക്ഷൻ ഓഫീസർ ലൈജു, ജില്ലാ ഇൻഫർമേഷൻ ഓഫീസർ പ്രിയ K ഉണ്ണികൃഷ്ണൻ, പാലക്കാട് ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് ഡിപ്പാർട്ട്മെന്റ് ഓഫ് അനാട്ടമിയിലെ ജൂനിയർ റെസിഡന്റ് ഡോക്ടർ PC അർജുൻ, ചിറ്റൂർ ഗവൺമെന്റ് കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ T റെജി, ചിറ്റൂർ കോളേജ് റെയിൻബോ ക്ലബ്ബ് സ്റ്റുഡന്റ് കൺവീനർ അഭിമന്യു, കോളേജ് യൂണിയൻ ചെയർമാൻ സുജിത്, LGBTQ കമ്മ്യൂണിറ്റി പ്രതിനിധികൾ, പൊതുപ്രവർത്തകർ തുടങ്ങിയവർ പങ്കെടുത്തു. ഭാരതപ്പുഴ പുനരുജ്ജീവന പദ്ധതി കൽപ്പാത്തിപ്പുഴ വാതക ശ്മശാന കടവ് ശുചീകരിച്ചു. ഭാരതപ്പുഴ പുനരുജ്ജീവന പദ്ധതി സമ്പൂർണ്ണ ശുചീകരണ യജ്ഞത്തിന്റെ ഭാഗമായി പുതുപ്പരിയാരം ഗ്രാമപഞ്ചായത്ത് പരിധിയിലുള്ള പേഴുംകരയിലെ കൽപ്പാത്തിപ്പുഴ വാതക ശ്മശാന കടവിൽ ശുചീകരണ പ്രവൃത്തികൾ നടത്തി. പുതുപ്പരിയാരം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് PR ബിനു ഉദ്ഘാടനം നിർവഹിച്ചു. പഞ്ചായത്തിന്റെ പരിധിയിൽ തടസ്സപ്പെട്ടു കിടക്കുന്ന പുഴയുടെ ഒഴുക്ക് സുഗമമാക്കണം. പേഴുംകരയിലും കടവിലേക്ക് ഇറങ്ങിച്ചെല്ലുന്ന ഭാഗത്തും മാലിന്യങ്ങൾ നിക്ഷേപിക്കുന്നതിനെതിരെ കുടുംബശ്രീ ഹരിതകർമ്മ സേനാംഗങ്ങളുടെ നിരന്തരമായ പ്രവർത്തനങ്ങൾ ഉണ്ടാവണമെന്നും പ്രസിഡന്റ് പറഞ്ഞു. പുതുപ്പരിയാരം ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് K ഉണ്ണികൃഷ്ണൻ അധ്യക്ഷനായ പരിപാടിയിൽ ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സുനിത സത്താർ, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാർ, മെമ്പർമാർ, പഞ്ചായത്ത് ഉദ്യോഗസ്ഥർ, കുടുംബശ്രീ പ്രവർത്തകർ, ഹരിതകർമ്മ സേനാംഗങ്ങൾ എന്നിവർ പങ്കെടുത്തു. കോട്ടായി ഗ്രാമപഞ്ചായത്തിൽ തരിശുരഹിത ഗ്രാമം പദ്ധതിക്ക് തുടക്കമായി. കോട്ടായി ഗ്രാമപഞ്ചായത്തിൽ തരിശുരഹിത ഗ്രാമം പദ്ധതിക്ക് തുടക്കമായി. പഞ്ചായത്തിലെ തരിശ് ഭൂമി കണ്ടെത്തി കൃഷി ചെയ്യുകയാണ് പദ്ധതിയിലൂടെ ലക്ഷ്യമിടുന്നത്. ഇതിനായി ഓരോ വാർഡിലും വാർഡംഗങ്ങൾ, പാടശേഖര സമിതി അംഗങ്ങൾ, കർഷകർ, കർഷക തൊഴിലാളി അംഗങ്ങൾ, കുടുംബശ്രീ അംഗങ്ങൾ, യുവജന ക്ലബ്ബ് ഭാരവാഹികൾ, ഹരിതകർമ്മ സേനാംഗങ്ങൾ എന്നിവരടങ്ങുന്ന ഓരോ ഗ്രൂപ്പ് വാർഡുകൾ രൂപീകരിച്ചു. ഗ്രൂപ്പ് വാർഡുകളുടെ നേതൃത്വത്തിൽ കണ്ടെത്തുന്ന തരിശുഭൂമിയിൽ പച്ചക്കറി കൃഷി ചെയ്യും. ഗ്രാമപഞ്ചായത്ത് തൈകളുടെ വിതരണം നടത്തുകയും നട്ടുവളർത്താൻ ആവശ്യമായ പിന്തുണയും സഹായവും നൽകുകയും ചെയ്യും. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് A സതീഷ് പദ്ധതി ഉദ്ഘാടനം ചെയ്തു. വൈസ് പ്രസിഡന്റ് CR അനിത അധ്യക്ഷയായി. ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ V വിനിത, MR രജിത, S ഗീത, C അനിത, കൃഷി ഓഫീസർ രാഖി, ഹരിത കേരളം മിഷൻ റിസോഴ്സ് പേഴ്സൺ J ആതിര, സെക്രട്ടറി EV ഗിരീഷ്, അസിസ്റ്റന്റ് സെക്രട്ടറി DY ഗ്ലോറിമോൾ എന്നിവർ സംസാരിച്ചു. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം.